പവർ പൊളിറ്റിക്സിൽ ചില വീടുകൾക്കുള്ള സ്ഥാനം ചെറുതല്ല. ഏറ്റവും കരുത്തരായ നേതാക്കൾക്കെല്ലാം ഉണ്ടായിരുന്നു രാശി എന്ന് അവർ വിശ്വസിച്ച ചില സ്ഥലങ്ങൾ. കെ കരുണാകരൻ്റെ കാര്യത്തിൽ തലസ്ഥാനത്തെ അറഫാത്തും കല്യാണി മന്ദിരവും തൃശ്ശൂരിലെ രാമനിലയും എല്ലാം ഇങ്ങനെ ചില പവർ സെൻ്ററുകളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഭാഗ്യ ചിഹ്നമായിട്ടൊക്കെയാണ് അവർ ഈ സ്ഥലത്തെ കണ്ടത്. പക്ഷേ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കഥകളിൽ ഇടം പിടിച്ചൊരു സ്ഥലമുണ്ട്. വിജയകുമാർ, അതെ, അതാണ് പോയസ് ഗാർഡൻ. അതിനോളം വരില്ല തെക്കേ ഇന്ത്യയിലെ ഒരു പവർ സെന്ററും. ഡോക്ടർ ജയലളിത അധികാരമിട്ട് അമ്മാനമാടിയ നാളുകളിലെ പോയസ് ഗാർഡനിലല്ല ഇപ്പോൾ. പക്ഷേ പോയസ് ഗാർഡൻ വാർത്തകൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. അപ്പോൾ പോയസ് ഗാർഡൻ ഒന്ന് തുറക്കുന്നു. അതെ, വേദനിലയം നമ്പർ 81 പോയസ് ഗാർഡൻ. ഇന്ത്യയിൽ ഏറ്റവും അധികം വാർത്തകളിൽ ഇടം പിടിച്ച രാഷ്ട്രീയ വിലാസം. തെക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അയൺ ലേഡി ഡോക്ടർ ജയലളിതയുടെ വസതി. അവസാന ശ്വാസം വരെ നീണ്ട 35 വർഷം ജയലളിത ജീവിച്ചത് ഇവിടെയാണ്. അതിൽ 25 വർഷവും 81 പോയസ് ഗാർഡൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പവർ സെന്ററുകളിൽ ഒന്നായിരുന്നു. 1989 മാർച്ച് 25-ന് നിയമസഭയിൽ ആക്രമിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വേദനിലയത്തിന്റെ മുറ്റത്ത് ജയലളിത ഒരു ഉണ്ണാവൃത സമരം ആരംഭിച്ചു. ജയലളിതയുടെയും വേദനിലയത്തിന്റെയും രാഷ്ട്രീയാരോഹണം അവിടെ തുടങ്ങി. 1980-കളുടെ പകുതിയോടെ മന്നാർഗുഡി സ്വദേശി വിവേകാനന്ദൻ കൃഷ്ണവേണി ശശികല എന്ന VK ശശികലയെ ജയലളിത വേദനിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, ധാർമ്മിക ഘടനയെ മാറ്റിമറിച്ച സംഗമമായിരുന്നു അത്. ജയലളിത ആദ്യമായി മുഖ്യമന്ത്രിയായ 1991-ൽ പോയസ് ഗാർഡൻ പരിസരമാകെ പോലീസ് വലയത്തിലായി. ഒരീച്ച പോലും പറക്കാത്ത അവസ്ഥ. ഒരൊറ്റ രാത്രി കൊണ്ട് വേദനിലയത്തിലെ മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിട്ടു. പുതിയ 40 ജീവനക്കാരെത്തി. തോട്ടക്കാരൻ, സമയൽക്കാരൻ, കണക്കപ്പിള്ള എല്ലാവരും മന്നാർഗുഡിക്കാർ. ഒരു വർഷം കൊണ്ട് ശശികലയുടെ ബന്ധുക്കൾ പലരും വേദനിലയത്തിലെ പല മുറികളിലായി കടന്നുകയറി. പുതിയ ടീമിനെ മന്നാർഗുഡി മാഫിയ എന്നാണ് സുബ്രഹ്മണ്യസ്വാമി വിമർശിച്ചു വിശേഷിപ്പിച്ചത്. ഡോക്ടർ ജയലളിത മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം 1996 ഏപ്രിൽ 30-ന് വിജിലൻസ് പോയസ് ഗാർഡൻ റെയ്ഡ് ചെയ്തു. 11,344 സാരികൾ, 750 ആഡംബര ചെരുപ്പുകൾ, 250 പട്ടുഷോളുകൾ, 91 വാച്ചുകൾ, 86 ഫാൻ, 12 ഫ്രിഡ്ജ്, 1000-ലധികം വീഡിയോ കാസറ്റുകൾ, 24 കട്ടിൽ, 33 ടെലിഫോൺ സെറ്റുകൾ. വേദനിലയത്തിൽ നിന്നും കണ്ടെടുത്ത വസ്തുക്കളുടെ പട്ടിക ഇങ്ങനെ അവസാനിക്കുന്നില്ല. വിജിലൻസ് തയ്യാറാക്കിയ ലിസ്റ്റ് പത്രങ്ങളിലെ ചൂടൻ വാർത്തകളായി. അഴിമതിക്കഥകൾക്ക് പഞ്ഞമില്ലാത്ത തമിഴ്നാട്ടിൽ ജയലളിത പിന്നെയും പലവട്ടം മുഖ്യമന്ത്രിയായി. പോയസ് ഗാർഡനും വേദനിലയവും അധികാര കേന്ദ്രവുമായി. ജയലളിതയുടെ മരണത്തോടെ വീട് സ്മാരകമാക്കാൻ എടപ്പാടി പളനിസ്വാമി സർക്കാർ ശ്രമിച്ചെങ്കിലും കോടതി ഇടപെട്ടു. ജയലളിതയുടെ സഹോദരന്റെ മക്കളായ ദീപയ്ക്കും ദീപനുമായി വീട് വിട്ടുകിട്ടി. ഇപ്പോൾ വീണ്ടും ഒരു തേർതൽ കാലത്ത് പോയസ് ഗാർഡൻ ഒരു അധികാര കേന്ദ്രമല്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24 ജയലളിതയുടെ 76-ാം പിറന്നാൾ ദിനം. ഇവിടെ പുതിയൊരു വീടുയർന്നു. പാലുകാച്ചൽ ചടങ്ങിൽ അയൽക്കാരൻ രജനീകാന്ത് അതിഥിയായി. പോയസ് ഗാർഡനെ 1/4 നൂറ്റാണ്ടിലധികം ഉപജാപങ്ങളുടെ പൊളിറ്റിക്കൽ പവർ സെന്ററാക്കി നിർത്തിയിരുന്ന VK ശശികല ഇവിടേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ജയലളിതയുടെ വേദനിലയത്തിന് നേരെ മുൻവശത്ത് അത്യാഡംബരത്തിൽ തലയെടുത്തു നിൽക്കുന്ന ജയലളിത ഇല്ലം. 95 പോയസ് ഗാർഡൻ വരുംകാല അരസ്യലുലകത്തിൽ എന്തു റോളാകും വഹിക്കുക? കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഡെസ്ക് 24. എനിക്ക് തോന്നുന്നു വിജയകുമാർ, രജനീകാന്തുമായി ഏറ്റുമുട്ടാൻ ഈ പോയസ് ഗാർഡനിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. നേരിട്ട് ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് ജയലളിത രജനീകാന്ത്. ഓക്കെ, മാത്രമല്ല രജനീകാന്ത് പുറത്തിറങ്ങി വീഡിയോ വലിച്ചു നിന്നല്ലോ. അതെ, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, വലിയ ജയലളിത വഴി കടന്നു. അപ്പൊ അതൊക്കെ ചരിത്രമാണ്. തമിഴ് രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ പോയസ് ഗാർഡൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഒരുപക്ഷെ തമിഴ്നാടിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് പോയസ് ഗാർഡൻ. ഈ റെയ്ഡൊക്കെ എത്രയോ ദിവസങ്ങൾ വാർത്തകളിൽ നിറഞ്ഞു. മാത്രമല്ല ഇത്രയധികം ചെരുപ്പുകൾ ഒരാൾ ഉപയോഗിക്കുമോ, ഇത്രയധികം സാരികൾ ഒരാൾ കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഇങ്ങനെ എന്തെല്ലാം സംശയങ്ങളായിരുന്നു പത്രപാരായണന്മാർ. അത് കഴിഞ്ഞിട്ടും ജയലളിത മുഖ്യമന്ത്രി ആവുകയും ചെയ്തു. അന്നും അവർ ഈ സാരി കണക്ക്. ഓക്കെ, അപ്പം ഇങ്ങനെയും സാരികളുടെ എണ്ണം കൂട്ടാം എന്നാണ് അന്ന് മനസ്സിലായത്.